السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على أشرف المرسلين وعلى آله وأصحابه أجمعين. ബഹുമാന്യ കേന്ദ്രത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, ISM MSM സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും. ഉഷാറല്ലേ? ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളവിടെ സംസാരിക്കുകയാണെങ്കിൽ മൈക്കിന്റെ വയർ കുറേ നീളമുണ്ട്. ഞാൻ സംസാരിക്കുന്നവരുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് ആ സീറ്റിൽ ഞാൻ ഇരിക്കും, അവര് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കും. റെഡിയല്ലേ? ആ ശരി, നമുക്ക് ഒരു കഥ പറഞ്ഞ് തുടങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. ഒരു നാട്ടില് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് മരിച്ചു, കഥ കഴിഞ്ഞു. അല്ല, രാജാവിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ രാജാവ് നല്ല രൂപത്തിൽ ഭരണം നടത്തിയത് ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അതേപോലെയുള്ള ഒരു പുതിയ രാജാവിനെ വേണം. ആളുകളെല്ലാവരും കൂടി തീരുമാനമെടുത്തു. അവരൊരു തീരുമാനമെടുത്ത് എന്താ അറിയോ? ഒരുപാട് ആളുകൾക്ക് കുറേ കൊല്ലം ഇങ്ങനെ അവസരം കൊടുക്കാം, ഒരാളുകൾക്ക് മാറി മാറി അവസരം കൊടുക്കാം. ഒരു രാജാവ്, ഭരിച്ച രാജാവ് പിന്നെ ആ നാട്ടിലുണ്ടാകാനേ പ്രശ്നമാണ്. കാരണം എന്താ? അയാൾ പാര വെക്കും, അല്ലേ? നമ്മൾ ഒരു മാസം ക്ലാസ് ലീഡറായി, രണ്ടാമത്തെ മാസം വേറെ ക്ലാസ് ലീഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റവനെ പാര വെക്കുമല്ലോ. അത് വെക്കുക ഇല്ല, അതേപോലെ ആവുമെന്ന് കരുതി ഒരു വർഷം ഭരിക്കാം, അടിച്ച് പൊളിച്ച് സുഖിച്ച് രമിച്ച് മതിച്ച് ആ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഭരിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ ആ നാട്ടിന്റെ മധ്യഭാഗത്ത് ഒരു കൊടും കാടുണ്ട്. ആ കാട്ടിൽ കൊണ്ടുപോയിട്ട് ആ രാജാവിനെ കൊണ്ടുപോയിടും. ഇതാണ് അവിടുത്തെ നിയമം. എത്ര കാലം ജീവിക്കാൻ കഴിയുള്ളൂ? ഒറ്റ കൊല്ലം. എന്നാലും വേണ്ടില്ല, 1000 കൊല്ലം എലിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൊല്ലം പുലിയായി ജീവിക്കുന്നതാണ്. അതാ ന്യൂ ജനറേഷന്റെ മുദ്രാവാക്യം. എന്നാലും വേണ്ടില്ല, അടിച്ചു പൊളിച്ച് ഒരു കൊല്ലം ഉഷാറാകല്ലോ. ആൾക്കാർ അധികാരേൽക്ക് അങ്ങനെ വരും. ഒരു ജൂൺ മാസം ഇങ്ങനെ ആകുമ്പോൾ ഓനിങ്ങനെ വയറ്റിലൊരു കാളിച്ച, പടച്ചോരെ ഇനിയിപ്പോ 6 മാസം കൂടിയല്ലേ ഉള്ളൂ. ജൂലൈ ആകുമ്പോ ആ വേദന ഇങ്ങനെ കൂടി നെഞ്ചത്തെത്തി. ഡിസംബർ ആകുമ്പോഴേക്കും ഓന് കരഞ്ഞ് തളർന്ന്, തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട, ആകെ തളർന്നുണ്ടാവും. കാരണം ജീവിതം അവസാനിച്ച് അപ്പോഴാണ് ആലോചിക്കുക, വേണ്ടില്ലേനി ഇനിയും കുറെ കാലം ആയുസ് ഉണ്ടാകുമായിരുന്നു. എന്നാലും വേണ്ടിയില്ല, അടുത്ത ഇവനെ കൊണ്ടുപോയി കാട്ടിക്കൊണ്ടേയിടും. അടുത്ത ആള് പിന്നെ അധികാരം ഏൽക്കാൻ വരും. അങ്ങനെ അധികാരം ഏൽക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു MSMകാരന്റെ മനസ്സുള്ള, ആരെപ്പോലെയുള്ള, ഇതുവരെ നമ്മൾ MSM എന്താന്ന് മനസ്സിലാക്കി, ഒരു MSMകാരനെ പോലെ നാളത്തെ പറ്റി ചിന്തയുള്ള ഒരു MSMകാരൻ അധികാരമേൽക്കാൻ വേണ്ടി വന്നു. ആരാകാൻ? ആ രാജാവാകാൻ വന്നു. അവര് ഇടക്ക് കൊട്ടാരത്തിലേക്ക് വരും, കുറെ ദിവസം ഉണ്ടാവില്ല. ആളുകൾ വിചാരിച്ച് ഇവൻ ഒരു പിരാന്തനല്ല, ആകെ ഒരൊറ്റ കൊല്ലം ആയുസുള്ളത്. ആ സമയത്ത് അടിച്ച് പൊളിച്ച് സുഖിച്ച് രമിച്ച് ജീവിക്കുന്നതിന് പകരം കണ്ട് അവിടെയും ഇവിടെയും പോയി തെണ്ടുന്ന ഇവൻ ആരാണ്? ഒരു പൊട്ടനാണ് എന്ന് ആൾക്കാർ കരുതി. പക്ഷേ സാധാരണ എല്ലാ ആൾക്കാർക്കും ഒരു ജൂൺ മാസം ആകുമ്പോൾ വേദന തുടങ്ങും, ജൂലൈ ആകുമ്പോൾ വേദന കൂടി, ആഗസ്റ്റ് ആകുമ്പോഴേക്കും കരച്ചിൽ നിർത്താൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ഇയാൾക്ക് ജൂൺ മാസമായപ്പോൾ സന്തോഷം, ജൂലൈ ആയപ്പോ സന്തോഷം കൂടി വരുന്നു, ഓഗസ്റ്റ് ആയപ്പോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, ഡിസംബർ ആകുമ്പോഴേക്കും സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ ഹാപ്പിയുടെ സന്തോഷം. ആളുകൾ കരുതി ഉറപ്പാണ് പിരാൻ തന്നെ, മരിക്കാൻ പോകാൻ ആണ് ഇരുന്നിട്ട്. പക്ഷേ ഡിസംബർ അവസാന ദിവസം ഇയാളെ കാട്ടിലേക്ക് കൊണ്ടുപോകാനും, ഇത്രയും മരിക്കാൻ പോകാൻ നേരത്തും പോലും ഒരു പേടിയില്ലാത്ത ഇയാളുടെ പതനം ഒന്ന് കാണുന്ന കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഇയാളുടെ കൂടെ പോന്നു. വാഹനത്തിലേക്ക് എല്ലാവരും വലിച്ച് വാഹനത്തിലേക്ക് കയറ്റടാ. പക്ഷെ ഇയാൾ വേഗം വന്ന് വാഹനത്തിൽ കയറിയിരുന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് കാട്ടിലേക്ക് യാത്ര പോകുന്നു. ആളുകളും പിറകെ കൂടി. അങ്ങനെ ഇവരെല്ലാവരും ആ കൊടുങ്കാടുള്ള നാട്ടിന്റെ ഒത്ത നടുക്കുള്ള ആ കൊടുങ്കാട്ടിലെത്തി.
കൊടുങ്കാടുള്ള സ്ഥലത്തെത്തിയപ്പോ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിന്നു. എല്ലാവരും കണ്ണ് തുടച്ച് ഒന്നുകൂടി നോക്കി. അവിടെ എന്ത് കാണുന്നില്ല? ഒരു കാട് കാണുന്നില്ല. അതിന് പകരമുണ്ട് ഒരു മനോഹരമായൊരു കൊട്ടാരമുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന ഒരു മനോഹരമായ കൊട്ടാരമാണ് ആളുകൾ കണ്ടത്. മാത്രമല്ല, കൊട്ടാരത്തിന് ചുറ്റും നല്ല പരവതാനി വിരിച്ച നല്ല പൂന്തോപ്പുകളുള്ള മനോഹരമായ കൊട്ടാരം. ആളുകൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുമ്പോ ഇയാൾ ചോദിച്ചല്ല, ചങ്ങായിമാരെ നിങ്ങൾ ഇവിടെ ഇറക്കിയിടില്ലേ? അയാൾ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോ ആ കൊട്ടാരത്തിനകത്ത് നിന്ന് കുറേ സേവകന്മാർ വന്നു അയാൾ ആദരപൂർവം കൊണ്ടുപോയി ആ കൊട്ടാരത്തിലുള്ള ഒരു സിംഹാസനത്തിൽ ഇരുത്തി. എന്താ അവിടെ സംഭവിച്ചതെന്നറിയോ? അയാൾക്ക്, ഞാൻ പറഞ്ഞു, അയാൾ ആരെ സ്വഭാവമുള്ള ആളായിരുന്നു? ഒരു MSMകാരന്റെ സ്വഭാവമുള്ള ആളായിരുന്നു. അയാൾക്ക് ഒരു ഉറപ്പുണ്ട്, എനിക്ക് ഈ ഇവിടുത്തെ കാലം കഴിഞ്ഞാലും പിന്നെയും എനിക്ക് ജീവിക്കണം. അങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു അറിയോ? എത്ര പണം ഉപയോഗിക്കാന്നുള്ള നിയമം. അയാൾ അധികാരമേറ്റ ഉടനെ ആ നാട്ടിലുള്ള നല്ല വില്ലാളി വീരന്മാരെ കൊണ്ടുപോയി ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഹിംസ്ര ജന്തുക്കളെ കൊന്നൊടുക്കി അവിടെ ഒരു കൊട്ടാരം പണിയാൻ തുടങ്ങി. അതിന്റെ 1ാമത്തെ തട്ട് പൂർത്തിയായപ്പോഴാ അയാൾ സന്തോഷിച്ച്. അതിന്റെ മിനുക്ക് പണി പൂർത്തിയാക്കിയപ്പോഴാ അയാൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിത്താടാൻ തുടങ്ങിയത്. അതിന്റെ മുഴുവൻ പണിയും പൂർത്തിയായ ആ ഡിസംബറിലാണ് അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്. എന്തായിരുന്നു? അയാൾക്കറിയാം, ഇവിടുത്തെ കാലം കഴിഞ്ഞാലും പിന്നെയും ജീവിക്കണം. അതിനുവേണ്ടി മുൻകൂട്ടി ഒരുക്കിയ ഒരു ബുദ്ധിമാനായ, ആരെപ്പോലെയുള്ള? ആ നമ്മളെപ്പോലെയുള്ള MSMകാരനായ, വരാനിരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി ഒരുങ്ങിയവൻ. നമ്മളും അതുപോലെ ഒരു കൊട്ടാരം പണിയാനുള്ള ഇരുത്താണ് ഈ ഇരുത്തം. എന്താണ് ആ കൊട്ടാരം പണിയേണ്ടത്? എവിടേക്കുള്ള കൊട്ടാര പണിയേണ്ടത്? എവിടേക്കുള്ള കൊട്ടാര പണിയേണ്ടത്? സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ. സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ആർക്കൊക്കെ അവിടെ കൊട്ടാരത്തിലേക്ക് പോകാൻ കഴിയും? ഉറപ്പുള്ള ആളുകൾ, കൊട്ടാരത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ നോക്കിയാ. വെരി ഗുഡ്. എല്ലാവരും കൈകളൊന്നും ഇങ്ങനെ ചലിപ്പിച്ചു നോക്കിയാ. ആഹാ, എന്ത് രസം! ഒന്ന് പുറകോട്ട് നോക്കി നോക്കിയാ നിങ്ങൾ എണീറ്റ്. എന്ത് രസം കണ്ടോ? ആ കൊട്ടാരത്തിൽ ഇതുപോലെ പൂക്കൾ വിരിയുന്നത് പോലെയുള്ള കൈ കാത്തിക്കോ എല്ലാവരും. ശരി, ആ കൊട്ടാരത്തിലേക്ക് നമുക്ക് പോകണം എന്ന് റെഡിയല്ലോ? റെഡിയല്ലേ? എങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. നമ്മളിൽ ചില ഗുണങ്ങളുണ്ട്. നമുക്കതൊന്ന് പാടി നോക്കിയാലോ? റെഡിയാണോ? എനിക്കങ്ങനെ പാടാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് വെറുതെ ഒന്ന് ചെറുങ്ങനൊന്ന് പാടി നോക്കിയാലോ? നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? ആ കൊട്ടാരത്തിൽ ആരെയും പ്രയാസപ്പെടുത്താതെ പോകാൻ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ നമുക്കൊന്ന് പാടി നോക്കണം. ഇത് പാടുമ്പോ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുകയും വേണം. നല്ല കുട്ടിയാവണം. പോരല്ലോ? നല്ല കുട്ടിയാവണം, മുത്തുപോലെയാവണം. നല്ല കുട്ടിയാവണം, മുത്തുപോലെയാവണം. നല്ല മക്കളാകണം, പൂക്കൾ പോലെയാകണം. നല്ല മക്കളാവണം, പൂക്കൾ പോലെയാവണം. ഏതുപോലെ ആവണം? എന്താ പൂക്കളുടെ പ്രത്യേകത? എന്താ? കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല മണമുണ്ടാകും. പിന്നെ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടാകും. അത് ഉള്ളവരെല്ലാവർക്കും ഇഷ്ടാകും. നമുക്ക് ആ ഗുണമുണ്ടോ? പൂക്കൾ പോലെ ആകണം. അതിന് നല്ല മണം വേണം. എന്താ നല്ല മണം? എന്നും കുളിക്കാതെ ഇങ്ങനെ വന്നുള്ള മണമാണോ? അല്ല, മറിച്ച് നല്ല സുഗന്ധമുള്ള വാക്കുകളിലുണ്ട് നല്ല മണം. എങ്ങനെ? ഉമ്മ. ഇതൊക്കെ നിങ്ങൾക്കില്ല. അതിന് മണണ്ടാ? ഇല്ല. എന്നാൽ ഉമ്മ എന്നുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയുണ്ടല്ലോ. നമ്മുടെ കൂട്ടുകാർക്ക് പൂക്കളുടെ അടുത്ത്, പൂവിന്റെ അടുത്തേക്ക് എല്ലാവർക്കും വരാൻ ഇഷ്ട.
നമ്മളെ ഇഷ്ടമാണോ നമ്മുടെ കൂട്ടുകാർക്ക്? ആണോ? അല്ല. ഓന്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഓനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ട് എപ്പോഴും അങ്ങനെ പറയുന്നവരാകരുത്. അപ്പൊ നല്ല മക്കൾ പൂക്കൾ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള, ആരെയും വേദനിപ്പിക്കാത്ത മക്കളാകണം. ശരി, നല്ല പേര് കിട്ടണം, നല്ല പേര് വിളിക്കണം, നല്ല പേര് കിട്ടണം, നല്ല പേര് വിളിക്കണം. നല്ല പേര് നമുക്ക് കിട്ടിയില്ല, നല്ല പേര് വിളിക്കലുണ്ടോ നമ്മള്? സ്കൂളിലെ ടീച്ചർമാർക്കും മാഷന്മാർക്കും ഒക്കെ എന്തൊക്കെ പേരുണ്ട്, എന്തൊക്കെ പേരുണ്ട്. അങ്ങനത്തെ പേര് വിളിക്കലുണ്ടോ നിങ്ങള്? കൊന്ത്രമ്പല്ലൻ, അമ്മരക്കാലൻ, ചക്രചുക്ര, അങ്ങനെ എന്തൊക്കെ പേരില്ലേ? ഉണ്ട്. ഡിസ്കോ, പിന്നെന്താ? അങ്ങനത്തെ ഓരോരോ പേരുണ്ട്. അത് വിളിക്കോ നിങ്ങള്? നല്ല പേര് കിട്ടിയാ പോരാ, നല്ല പേര് വിളിക്കും വേണം. നല്ല പേര് എങ്ങനെ കിട്ടുക? ക്ലാസ്സിൽ എപ്പോഴും അടി ഉണ്ടാകുന്നത്. നാസർ ഓനുണ്ടല്ലോ കുരുത്തം പെട്ടോനോ, അത് നല്ല പേരാ? അല്ല, മറിച്ചോ നല്ല പഠിക്കുന്ന, നേരത്തെ ഓരോന്ന് പറഞ്ഞില്ലേ, നല്ല അനുസരണയുള്ള, എന്തൊരു സ്വഭാവൻ്റെതോ എന്ന് പറയണം. വേറെ ആൾക്കാർ പറയും എന്തൊരു സ്വഭാവോ എന്റേതോ എന്ന് പറയുന്നതല്ല, നല്ല പേര് നമുക്ക് കിട്ടണം. തീർന്നില്ല. നല്ല വസ്ത്രമണിയണം, നല്ല വാക്കു പറയണം, നല്ല വസ്ത്രമണിയണം, നല്ല വാക്കു പറയണം. നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതിൽ വെച്ച് നല്ലത് വൃത്തിയിൽ അറിയാം. നല്ല വാക്ക് പറയലോ, നല്ല വാക്കറിയല. ആരെങ്കിലും ഉമ്മനൊക്കെ നല്ല വാക്കറിയാം? അങ്ങനെ അല്ല. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്ക്, എല്ലാവർക്കും ഇഷ്ടം അല്ലേ? നമ്മളെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നണം നല്ലൊരു കുട്ടിയാട്ടോ, എന്തൊരു സ്നേഹോന്, എന്തോരു, അങ്ങനെയല്ല, എന്തൊരു സ്നേഹ എന്ന് പറയുന്ന രൂപത്തിൽ. ശരി, നേരത്തെ ഉറങ്ങണം, നേരത്തെ എണീക്കണം. ആദ്യത്തെ ഉഷാറിന് പറഞ്ഞു, രണ്ടാമത്തത് ലേശം സ്ട്രോങ് പറഞ്ഞോ. എന്തിനാ നേരത്തെ ഉറങ്ങുന്നത്? ഇതിന്റെ അർത്ഥം ഇന്ന് പകുതി നിസ്കരിച്ച് ഉടനെ ഉറങ്ങണമെന്നാ? അല്ല. നിങ്ങൾ എപ്പോഴാ ഉറങ്ങില്ല? ആ ഇഷ നിസ്കരിച്ച് ആ സീരിയൽ കഴിഞ്ഞതിന്റെ ശേഷം അല്ലേ? അല്ലേ? മറ്റേ സീരിയൽ കഴിഞ്ഞതിന്റെ ശേഷം അല്ല. പിന്നെ എപ്പോഴാ? ഭക്ഷണം കഴിച്ച് നല്ല കുട്ടികളായി വേഗം അങ്ങോട്ട് കിടന്നിട്ട് ഇടും എന്ന് പറയുമ്പോഴല്ല. അല്ല. എന്തൊക്കെ ചെയ്യൂ? പ്രാർത്ഥന ചെല്ലും. എന്തൊക്കെ പ്രാർത്ഥന ചെല്ല ഉറങ്ങാൻ നേരത്ത്? എന്തൊക്കെ പറയാ? ആരൊരാൾ എണീക്കുന്നു പറഞ്ഞാൽ അവരൊക്കെ കുൽഹു അല്ലാഹു അഹദ് ഓതും, ഫലഖ് ഓതും, നാസ് ഓതും, ആയത്തുൽ കുർസി ഓതും, ഫാത്തിഹ അത് നമ്മൾ നിസ്കരിക്കും പോതും, പിന്നെ ആമന റസൂൽ ഓതും, പിന്നെ കുറെ പ്രാർത്ഥന ഒക്കെ ഉണ്ട്. എന്തൊക്കെ? ബിസ്മിക അല്ലാഹുമ്മ അഹിയ അമൂത്ത് തുടങ്ങുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ ഉഷാറായിട്ട് അങ്ങോട്ട് ഉറങ്ങും. നേരത്തെ എണീക്കോ? എണീറ്റ ഉടനെ എന്താ ചെയ്യാ? ബ്രഷ് മേൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. ഉമ്മ മോനെ വിളിക്കുമ്പോ അങ്ങനെ അല്ല. എന്താ ചെയ്യാ? പേസ്റ്റ് ആക്കിയിട്ട് പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയില് നമ്മൾ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ബിസ്മി ചൊല്ലി നമ്മൾ തുടങ്ങണല്ലേ? ബിസ്മിയിൽ തുടങ്ങണം. എന്താ? ഭക്ഷണം കഴിക്കുമ്പോ അല്ലെ ഹംദ് ചൊല്ലി നിർത്തണം. എന്റെ നാട്ടില് ഞാനൊരു കുട്ടിനോട് ചോദിച്ച്, മോനെ പിന്നെ ചായ കുടിക്കുമ്പോ എന്താ ചെല്ലാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പത്തിരിന്ന്. അതല്ലടാ, ചായയും പത്തിരിയൊക്കെ കൊണ്ടുവച്ചാൽ എന്താ ചെല്ല? കറി. അതല്ല, ചായയും പത്തിരിയൊക്കെ കൊണ്ടുവച്ച് തിന്നാൻ തുടങ്ങാൻ നേരത്ത് ഇഞ്ചും വേണം. എന്തായിട്ടും ബിസ്മി പറയില്ല. അങ്ങനെയാണോ നിങ്ങള്? അല്ല. എന്താ ചെല്ല? ബിസ്മി. ബിസ്മി എങ്ങാനും മറന്നു പോയാലോ? എന്താ ചെല്ല? ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്നൊക്കെ ചൊല്ലി തിന്നു. ഏത് കൈ കൊണ്ട്?
വലതുകൊണ്ട് തിന്നണം, വലതുകൊണ്ട് തിന്നണം, നല്ലവണ്ണം തിന്നണം. നല്ലവണ്ണം തിന്നു പറഞ്ഞാൽ വയറ് കുറച്ചുകൾ ഭൂതം അങ്ങനെ അല്ല, ഉള്ളത് നല്ല വൃത്തിയില് സ്വന്തം മുന്നിന്ന് അങ്ങനൊക്കെ തിന്ന് ഭക്ഷണം കഴിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ? കൂടുതൽ പഠിക്കണം, അല്പമായി കളിക്കണം. ഇങ്ങനെയാണോ നമ്മള്? അല്ല, എങ്ങനെ? നേരെ തിരിച്ചിട്ട് അല്ലെ? എന്താ ചെയ്യാ? കൂടുതൽ കളിക്കും, കുറച്ച് പഠിക്കും, കുറച്ചിന്റെ കുറച്ച് പഠിക്കും. അങ്ങനെ മതിയോ? പോരാ, നമ്മൾ പഠിച്ച് അങ്ങനെ നല്ല വാക്കു പറയണം, നല്ല മാർക്ക് വാങ്ങണം, 5 നേരം ഓർക്കണം, കൊഞ്ചി കൊഞ്ചി പറയണം. 5 നേരം ഓർക്കണം, കൊഞ്ചി കൊഞ്ചി പറയണം. എന്താ 5 നേരം ഓർക്കുക എന്ന് പറഞ്ഞാല്? 5 നേരം നമസ്കാരം ഏതൊക്കെ? ആ, നിങ്ങൾ നിസ്കരിക്കണോ പറഞ്ഞാൽ മതി. സുബി ഉണ്ടോ? എപ്പോഴാ സുബി നിസ്കരിക്കുക? അത് രാവിലെ 9 മണിക്ക്. അങ്ങനെ അല്ല, എപ്പോഴാ? ആ, നേരത്തെ അതിന്റെ സമയത്ത് അല്ലേ? ഇതെല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിച്ചാൽ മതിയോ? ആ, ഞാൻ എന്റെ വീട്ടിൽ സംഭവിച്ച സംഭവം പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ മോനെ പറ്റി എന്റെ ഭാര്യ ഒരു പരാതി പറഞ്ഞു. എന്താ സംഭവം അറിയോ? എന്റെ മോന് ടൂറിന് പോകാൻ അനുമതി ചോദിച്ചിട്ട് സമ്മതം കൊടുക്കാത്തതിന് ഓന് രാവിലെ തന്നെ ചായ കൊടുത്ത് തിന്നില്ല, ചായ കുടിച്ചില്ല. സ്കൂളിലേക്ക് കൊടുത്തയച്ച് അതും തിന്നില്ല. അങ്ങനെ രാത്രി ഞാൻ വന്നപ്പോ എന്ത് ചെയ്തു അറിയോ? എന്റെ ഭാര്യ പറഞ്ഞു, ഇതാ ഇവനുണ്ടല്ലോ, ഇവൻ ഇന്ന് രാവിലത്തെ ചായ കുടിച്ചില്ല അറിഞ്ഞു. എനിക്ക് ദേഷ്യം പിടിച്ച്. ഞാൻ ചോദിച്ചു, ചായ ഇവിടെ ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട്, ദോശയും ചായ ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ വാടാറിഞ്ഞു ഓനെ വിളിച്ചിട്ട് ഓന്റെ വായിലേക്ക് ദോശയും ചായ അടിച്ച് കയറ്റി കൊടുത്തു. അപ്പോഴെന്റെ ഭാര്യ പറഞ്ഞു, ഇവൻ 10 മണിക്ക് സ്കൂളിൽ പോകുമ്പോ ചായ കൊടുത്തിട്ട് അതും കുടിച്ചില്ല അറിഞ്ഞു. അതുണ്ടോ വെച്ചാ? ബിസ്ക്കറ്റും ചായ ഉണ്ട്, അതും വായിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് അവള് പറഞ്ഞു, ഉച്ചക്കുള്ള ചോറും തിന്നാതെ കൊണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം പിടിച്ച്. ഞാൻ ഉടനെ തന്നെ ചോറും കൂടി എടുത്തിട്ട് അടിച്ചു. അപ്പൊ അതിനോട് ഇങ്ങനെ ആയിടും. കുറച്ചു കഴിഞ്ഞ് അവള് പറഞ്ഞു, വൈകുന്നേരം വന്നപ്പോൾ ചായയും കുടിച്ചില്ല അറിഞ്ഞു, അതും ഒഴിച്ചു കൊടുത്തു. രാത്രിയും ചോറ് തിന്നാതെ കിടന്നു പറഞ്ഞു, അതും കൂടി കിടും പറഞ്ഞ അവിടെ അടിച്ചു കൊടുത്തു. എന്താ എന്റെ മോന്റെ അവസ്ഥ? നല്ല ആരോഗ്യം ഉണ്ടാവോ? ഇല്ല. 5 നേരത്തെ തിന്നില്ലേ? പക്ഷെ എന്തേ പറ്റി? ആരോഗ്യത്തിന് അനാരോഗ്യം ഉണ്ടായത് എങ്ങനെ? 5 നേരത്തത് എല്ലാം കൂടി ഒരുമിച്ച് തിന്ന്. ഇതേപോലെ നമ്മൾ 5 നേരത്തെ നിൽക്കാനും കൂടി ഒരുമിച്ച് അള്ളാഹു അക്ബർ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. വൈകുന്നേരം വന്നിട്ട് സുബി അള്ളാഹു അക്ബർ നല്ല ഉഷാറ്, ളുഹർ അള്ളാഹു അക്ബർ, അസറാവുമ്പോൾ അപ്പം തന്നെ അസറാണ് അള്ളാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇശാ കൂടി അപ്പം തന്നെ ആണേല അല്ലാഹു അക്ബർ. ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാ അള്ളാഹു പഠിപ്പിച്ചത് എന്താ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. കൃത്യമായ സമയം നിർണയിക്കപ്പെട്ട ഇബാദത്ത്. നമ്മളും ഉമ്മാരെ പലപ്പോഴും വേദനിപ്പിക്കാറുള്ള ഏത് വിഷയത്തിന്റെ പേരിലറിയോ? 2 കാര്യത്തിനാ നമ്മൾ ഉമ്മാരും തമ്മിൽ തെറ്റ. ഒന്നെന്തിനാ? ഒന്നും പഠിക്കാത്തതിന്, രണ്ടാമത്തോ നിസ്കരിക്കാത്തതിന്, ചിലവര് ഖുർആൻ ഓതാത്തതിനും. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് മതിയോ? പോരാ. 5 നേരം അതിന്റെ സമയത്ത് ചെയ്യാൻ നമുക്ക് ആകണം. ഉമ്മയെ മറക്കല്ലേ, ഉപ്പയെ വെറുക്കല്ലേ, സ്വർഗം നമ്മൾ തേടണം, നരകം നാം അകറ്റണം. ഉമ്മയെ മറക്കല്ലേ, ഉപ്പയെ വെറുക്കല്ലേ, സ്വർഗം നമ്മൾ തേടണം, നരകത്തെ അകറ്റണം.
ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറ്റവും ഗൗരവമുള്ള കാര്യം. എന്ത്? നമ്മുടെ സ്വർഗമാണ് ആര്? നമ്മുടെ ഉപ്പയും ഉമ്മയും. നമ്മുടെ നരകമാണ് ആര്? നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും. എങ്ങനെ അറിയോ? ഉപ്പനനുസരിച്ചാൽ സ്വർഗം കിട്ടും, ഉമ്മയനുസരിച്ചാലോ സ്വർഗം കിട്ടും. ഉപ്പയെ ധിക്കരിച്ചാൽ, ഉമ്മയെ ധിക്കരിച്ചാൽ. ലോകത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കറിയോ? അള്ളാഹ്ക്കാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞാൽ ദുനിയാവിന് നമ്മൾ ഏറ്റവും ഇഷ്ടം, നമ്മുടെ ഈ ദുനിയാവിന് നമ്മൾ ഏറ്റവും ഇഷ്ടം ആർക്കാ? നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പക്കും. നിങ്ങൾക്കറിയോ, ഉപ്പയും ഉമ്മയും നമ്മെ മനസ്സറിഞ്ഞ് വെറുത്താലേ നമ്മൾ ഈ ലോകത്തിൽ തന്നെ അതിന്റെ അപകടം നമുക്ക് വരും. ഞാൻ ഒരനുഭവം നിങ്ങളോട് പറയാം. ഒരനുഭവം, ഇത് കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരനുഭവം. ഉപ്പയും ഉമ്മയും മനസ്സറിഞ്ഞ് നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്ത് വെച്ച് നമുക്ക് സംഭവിക്കുമെന്നതിന് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരനുഭവം. നിങ്ങൾ ഇത് വീട്ടുകാരോട് പോയി പറഞ്ഞു കൊടുക്കണം. എല്ലാവരും കേൾക്കല്ലോ. എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു സംഭവം. ഒരു നാട്ടില്, എൻ്റെ ഉമ്മയുടെ നാട്ടില് ഒരു മകനുണ്ട്. ഒരു ഉമ്മാമയും ഒരു മകനും, ഒരു ഉമ്മയും ഒരു മകനും. അയാൾക്ക് ഉപ്പല്ല, ആ മകന് ഉപ്പല്ല, ഉപ്പ മരണപ്പെട്ടു പോയതാ. അതുകൊണ്ട് ആ മകനെ പോറ്റാൻ വേണ്ടി ആ ഉമ്മ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാ മകനെ പോറ്റിയത്. എങ്ങനെ പോറ്റിയതെന്ന് അറിയോ? ഓരോ വീട്ടിലേക്ക് ആ ഉമ്മ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് അന്ന് കൂലിയായി കിട്ടുന്ന കഞ്ഞിയുടെ വെള്ളം ഊറ്റിക്കുടിച്ച് അതിന്റെ വറ്റ് ഒരു ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് ആ മകന് കൊടുക്കും. അങ്ങനെയാണ് ആ ഉമ്മ ആ മോനെ പോറ്റി വളർത്തി വലുതാക്കിയത്. ആ മോൻ വളർന്നു വലുതായി വലിയ ആചാരബാഹുവായ മനുഷ്യനായി. ആരും കണ്ടാ നോക്കിപ്പോകുന്ന നല്ല ഉഷാറുള്ളൊരു മനുഷ്യൻ. നമ്മൾ പറഞ്ഞ 6 പാക്ക് ഒക്കെ ഉള്ള നല്ല അടിപൊളി മനുഷ്യൻ. അയാളുടെ പണി ഈ മരം മുറിക്കുന്ന പണിയാണ്. എത്ര ഉയരമുള്ള മരത്തിലേക്കും അയാള് കയറും. ഇത്രയും പ്രാഗൽഭ്യനായാണ് അയാള്. നിങ്ങളെപ്പോലെ നല്ല ഒരു മനുഷ്യൻ, പക്ഷേ സ്വഭാവത്തിൽ നിങ്ങളെപ്പോലെ ആയിരുന്ന ഒരു പെണ്ണിനെയല്ല അയാൾ കല്യാണം കഴിച്ചു. ഒരു മോശം പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു. മോശം പെണ്ണ് പറഞ്ഞാല് ആ പെണ്ണ് നല്ല പെണ്ണൊക്കെയാണ്, പക്ഷേ ആ പെണ്ണിന് ഇയാൾ ഉമ്മനോട് അധികം സ്നേഹം കാണിക്കുന്നത് ആ പെണ്ണിന് ഇഷ്ടമല്ല. എപ്പോഴും ഇയാൾ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മനെ പറ്റി ഇങ്ങനെ ഓരോ കുറ്റം ഇങ്ങനെ പറയും. ഒരു ദിവസം ഇയാൾ ഉച്ച നേരത്ത് മരം മുറിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വിശന്ന് വലഞ്ഞിങ്ങനെ കയറി വരുമ്പോ ഇയാളുടെ ഭാര്യ നെഞ്ഞത്തടിച്ച് ഒരൊറ്റ കരച്ചില. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉമ്മന്നേന്ന് പറയുന്ന ഒറ്റ കരയല. ആ വീട് ഒരു ചെറിയ പുല്ല് മേഞ്ഞ, പഴയ കാലത്ത് പുല്ല് മേഞ്ഞ ഒരു വീടാണ്. മണ്ണില് ഇതുപോലത്തെ ഒരു ഉയർന്ന സ്ഥലത്ത് ആ മകന് വേണ്ടി ആ ഉമ്മ കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ ആ മകന് വേണ്ടി കഞ്ഞിങ്ങനെ ചൂട് തണുപ്പിച്ചു കൊണ്ടിരിക്കുക, ആറ്റിക്കൊണ്ടിരിക്കുക. ഈ സമയത്താ ഇയാൾ കയറി വരലും ഭാര്യയുടെ കരച്ചിലും എല്ലാം കൂടി കണ്ട് അയാളുടെ മനസ്സിൽ ആ ദേഷ്യം അങ്ങോട്ട് പതച്ച് കയറി. അയാളെന്താ ചെയ്തറിയോ? ആ കഞ്ഞിയുടെ പാത്രം ഒരൊറ്റ തട്ടാണ് ആ ഉമ്മയുടെ മുഖത്തേക്ക്. ആ ഉമ്മ അവിടെ ആ തുണ്ടിൽ അതുപോലെ അങ്ങോട്ട് വീണ്. ഞാൻ കഥ പറയല്ല, എൻ്റെ ഉമ്മ എനിക്ക് കണ്ണീരോടെ പറഞ്ഞു തന്ന ഒരനുഭവം. അങ്ങനെ താഴെ വീണ്. എന്നിട്ടും ദേഷ്യം തീരായിട്ട് ആ മനുഷ്യന് ഇതുപോലത്തെ ഉയർന്ന തുണ്ടെന്ന് ആ ഉമ്മനെ ചവിട്ടിയിട്ട് തട്ടി നേരെ താഴോട്ട് മുറ്റത്തേക്കിട്ട്. അവിടെ വെച്ചിട്ടേ ആ ഉമ്മ കണ്ണീരോടെ പറഞ്ഞു, പൊന്നാര മോനെ, നീ നിന്റെ ഈ കാലുകൊണ്ട് ഞാനെയും ചവിട്ടു കേട്ടോ, ഈ കാലുകൊണ്ട് എന്റെ മോന് ഞാനും ചവിട്ടു കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ തള്ളേന്ന് പറഞ്ഞു. അയാൾ പോയി. എത്ര ഉയരമുള്ള മരത്തിലേക്കും കയറുന്ന ആ മനുഷ്യന് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഇത്ര ഒന്നുമില്ല, ഒരു 2 പുര വെച്ച അത്രയും ഉള്ള ഉയരമുള്ള ഒരു മരത്തിലേക്ക്, ഒരു മാവിലേക്ക് കയറിയപ്പോഴേക്കും ആ മനുഷ്യൻ താഴെ വീണു എന്നല്ല, അയാളുടെ കൈകളും കാലുകളും ഇങ്ങനെ
ഇങ്ങനെ ഒരു പേക്കോലത്തിലായി മരണവെപ്പാളത്തിൽ ഇങ്ങനെ പെടയുന്നു. അടുത്ത ആശുപത്രിയിലേക്ക് അയാളെ കൊണ്ടുപോയി. ഡോക്ടർക്ക് പോലും അത്ഭുതം, എത്ര ഉയരത്തുനിന്ന് വീണപ്പോ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോഴാ ആരോ പറഞ്ഞത് അയാളെ ഉമ്മനെ ചവിട്ടി തള്ളിയിട്ടിട്ട് പോന്നാണ്. എൻ്റെ ഉപ്പാപ്പ എൻ്റെ ആ ഉമ്മാമനെയും കൂട്ടിയിട്ട് ആ ആശുപത്രിയിലേക്ക് പോയി. മരണപ്രാളത്തിൽ പടിയായി മനുഷ്യൻ. അതുകൊണ്ട് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണം, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണം. ഈ ഉമ്മാമനെയും ഈ മനുഷ്യനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മളങ്ങനെ പറയും, ഓനെന്റെ മുഖത്തേക്ക് കഞ്ഞി വെറുപ്പിച്ചു പോന്നതാ, ഓനെന്നെ ചവിട്ടി തള്ളിയിട്ട് പോന്നതാ എന്ന് പറയും. പൊന്നാര മക്കളെ, അങ്ങനെ പറയാതിരിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് ദുനിയാവിൽ ആരാന്നറിയോ? ആരാ? നമ്മളമ്മാരാ. ലോകത്തെ ഏറ്റവും വിശാലമായത് കടപ്പുറല്ല, ലോകത്തെ ഏറ്റവും വിശാലമായത് നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല. ലോകത്തെ ഏറ്റവും വിശാലമായത് നമ്മുടെ ഉപ്പന്റെയും നമ്മുടെ ഉമ്മന്റെയും മനസ്സാ. മകനിങ്ങനെ പടീനെ കണ്ടപ്പോഴേ ആ ഉമ്മ എല്ലാം മറന്നുപോയി. ആ മകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ശരീരം ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, പഠിച്ചോനെ ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞല്ല റബ്ബേ, എന്റെ കുട്ടിനെ ഈ കുഴക്കല്ല റബ്ബേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അയാൾ എങ്ങനെ ജീവിക്കുന്നറിയോ? ഞാൻ പറഞ്ഞു, ആരും കണ്ടാ നോക്കിപ്പോകാവുന്ന ആജാനുബാഹുവായ മനുഷ്യൻ ഒരു കയ്യും ഒരു കാലും ഇങ്ങനെ ഏച്ച് ഒരു വടികുത്തി ഏച്ച് നടക്കുന്ന രൂപത്തിൽ ഇന്നും ആ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. എന്താ അറിയോ ആ അമ്മന്റെ ഒരു വാക്ക്? എന്തേ പറഞ്ഞത്? പൊന്നാര മോനെ, നീ കാലുണ്ടെങ്കിൽ ആരും ചവിട്ടൂല. അത് ചിലപ്പം നമ്മളമ്മാരെ വാക്ക് മനസ്സറിഞ്ഞ് പറഞ്ഞതാകാണെങ്കിലേ അത് അള്ളാഹ് അങ്ങോട്ട് സ്വീകരിക്കും. ഞാൻ ഈ സ്ഥലമൊന്നും പറയാത്ത എന്താ അറിയോ? നിങ്ങൾ ഇനി പോണ വൈമൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ട നിങ്ങളെ പറ്റി ആ മാഷ് പറഞ്ഞു അറിയാണ്ട് ഒരു ചവിട്ടും കൂടി ഒന്ന് കൊടുക്കണ്ട. അതുകൊണ്ട് ആ സ്ഥലം പറയാത്ത. ഇത് എന്തിനാ അറിയോ? അങ്ങനെയാണ് നമ്മൾ. അപ്പൊ പിന്നെ നമുക്കൊരു സംശയമുണ്ട്, എന്നിട്ട് എന്താ നമുക്കൊന്നും പറ്റാത്തത്? ഞാൻ ഒന്നും കൂടി ഇമ്മനോട് ചായ തന്നപ്പോ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ഒരു 10 രൂപ, നിങ്ങൾക്ക് എന്താ പുട്ടുവിട്ടാല് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ഒരു പുട്ടന്നെ, എന്താ ദോശ ഇട്ടാൽ ഇങ്ങനെ വെച്ചില്ലേ? ഇന്ന് വരെ ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്താ നമുക്ക് പറ്റാത്തത് നമ്മൾ വിചാരിക്കും. എന്താ ഇതിന് പറ്റാത്തതിന് കാരണം അറിയോ? എന്താ പറ്റാത്തതിന്റെ കാരണം? മനസ്സറിഞ്ഞ് പറയാത്തതിന്റെ. ഞാൻ ഉദാഹരണം പറയട്ടെ. നമ്മള് ഒരു മട്ടനൊക്കെ ചെത്തി കുറിപ്പിച്ച് ഒരു 3 വടിയും കൊണ്ട് രാവിലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാം. ഉമ്മ പറഞ്ഞു, എടാ മോനെ, പിന്നെ ഈ പോയിട്ട് കടയിൽ പോയിട്ട് ഇതൊന്ന് വാങ്ങിക്കൊണ്ടെന്നാ. അപ്പൊ നമ്മളെന്താ പറയാ? നിങ്ങൾക്കൊന്ന് എപ്പോഴും ഞാനും കണ്ടിങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങോട്ട് എപ്പോഴും പറഞ്ഞു. അപ്പൊ നമ്മളെ ഉമ്മ, എന്റെ ഉമ്മക്കാണെ പറയും, ഈ വൈകുന്നേരം കണ്ട് വരൂലേ, എന്റെ കയ്യും കാലും ഞാൻ കൊത്തും. അങ്ങനെ പറയാം, ഈ വൈകുന്നേരം കണ്ട് വരില്ലേ, നല്ലോണം തരാം, എന്റെ കയ്യും കാലും ഞാൻ കൊത്തും. ഓനും എന്ത് ചെയ്തറിയോ? ഇങ്ങനെ ആക്കിയിട്ടൊരു ഒറ്റ പാച്ചില, ഇങ്ങനെ ആക്കി ഓടുന്നതിന്റെ ഇടയിൽ ഒരു കല്ല് തടഞ്ഞിക്കാവുന്ന അങ്ങോട്ട് വീട്. എന്താ വിളിക്കുക? ഉമ്മാന്ന്. ശരിക്ക് വാക്ക് പാലിക്കണം. ഉമ്മ കാണാൻ നേരെ അകത്തേക്ക് ഓടും, ഇവിടെ ഒരു കത്തി എടുത്തിട്ട് ഓടി വരും കയ്യും കാലും കൊത്താൻ. പക്ഷേ ഈ ഉമ്മ എന്താ ചെയ്യാറിയോ? ഈ ഉമ്മ ഓടി വന്ന് വാരി എടുക്കും നമ്മളെ. ഉമ്മയും പോകും, നമ്മളും പോകും. എന്നിട്ട് ഇങ്ങനെ തടവിട്ട് ചോദിക്കും, എന്തേന്റെ കുട്ടിക്ക് പറ്റീന്ന്. അപ്പൊ നമ്മൾ പറയും, ഉമ്മ നിങ്ങളല്ലേ പറഞ്ഞു വൈകുന്നേരം വരുമ്പോ കയ്യും കാലും കൊത്തുന്നു. ഉമ്മ നമ്മുടെ വായ ഇങ്ങനെ പൊത്തിയിട്ട് പറയും, പൊന്നാര മോനെ, ഞാൻ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ലാന്ന്. ഇങ്ങനെ ഒന്നും കരുതി പറയാത്തോണ്ടാണ് നമുക്ക് പറ്റാത്തത്, അല്ലാതെ നമ്മൾ ഉഷാറുകൊണ്ടൊന്നല്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞെങ്ങാനും ഉമ്മാര് നമുക്കെതിരെ പറഞ്ഞാൽ എവിടുന്ന് അനുഭവിക്കും? ഇവിടുന്ന് അനുഭവിക്കും. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, മുത്തറസൂൽ പറഞ്ഞതാ. അള്ളാഹു ധൃതി കാണിക്ക, ശിക്ഷക്ക് ധൃതി കാണിക്ക, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. എന്റെ പൊന്നു മക്കളൊന്ന് കൈ പൊക്കിയ, വലത് കൈ പൊക്കിയല്ലോ, ശരി. എങ്കിൽ ഇനി മുതൽ ഉപ്പാരും ഉമ്മാരും പറയുന്നത് എന്റെ ജീവിതത്തിൽ ധിക്കരിക്കൂല, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ധിക്കരിക്കൂല എന്നുള്ളവരൊക്കെ കൈയൊന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും ഇങ്ങനെ ചലിപ്പിച്ച. അങ്ങനെയുള്ളവർ മാത്രം, ഉപ്പിയും പറയുന്നത് ധിക്കരിക്കൂല എന്നുള്ളവർ മാത്രം. എല്ലാരും വേണ്ട. ഉറപ്പാ? വെരി ഗുഡ്. കൈ താത്തിക്കോ എല്ലാവരും.
ഇതാണ് നമ്മൾ നല്ല മക്കളായത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കാണ്, ആരെയും നമ്മൾ വേദനിപ്പിക്കൂല. വേദനിപ്പിക്കോ? മാതാപിതാക്കളെ മാത്രാണോ? അല്ല, കുടുംബാംഗങ്ങളെ മാത്രം, ആരെയും നമ്മൾ വേദനിപ്പിക്കൂല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലവരാകണം. ആരെയും ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമുക്കൊക്കെ അള്ള തന്ന ഉത്തരവാദിത്വം എപ്പോഴാ നമ്മുടെ ജീവൻ പോകാമെന്നും അറിയില്ല. അപ്പൊ അതിന്റെ മുന്നേ നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്നാലേ നമ്മൾ ആരാകൂ? നമ്മൾ നല്ല കുട്ടികളാകൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഈ ബാലസമ്മേളനം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, മാതാപിതാക്കളെയും സമൂഹത്തെയും കൂട്ടുകാരെയും അധ്യാപകരെയും ഒന്നും ഉപദ്രവിക്കാത്ത നല്ല ഒരു കുട്ടിയായി ഞാൻ മാറും എന്ന് ഉറപ്പുള്ള ആളുകൾ ഒന്ന് എഴുന്നേറ്റോ? ഉറപ്പാണോ? അത്ര ഉറപ്പുള്ള ആളുകൾ മാത്രം ഇരുന്നോ? പടച്ച തമ്പുരാനെ, ഇത്ര നല്ല കുട്ടികളാങ്ങള്. ശരി, എങ്കിൽ നിർത്താണ്. എന്റെ പേര് അബ്ദുൽ നാസർ, എന്റെ വീട് ഇവിടെ ചേലേമ്പ്രയിലാണ്. ഞാൻ എന്തിനാന്ന് പറഞ്ഞറിയോ? ഈ കുറെ കഴിഞ്ഞ് ഞാനൊക്കെ മരിച്ചു പോകും, നമ്മളെല്ലാവരും മരിച്ചു പോകും. ഞാൻ മരിച്ചു പോകുമ്പോ കുറെ ദൂരെയുള്ള പല നാട്ടിലെ കുട്ടികളും ഉണ്ടാവും. അവരൊക്കെ അക്കൗണ്ടിൽ നിന്ന് എന്റെ കബർക്ക് ഇങ്ങനെ വരും. എങ്ങനെ? നിങ്ങൾ നല്ല കുട്ടികളായി ജീവിച്ച്, നിങ്ങൾ ഉഷാറായി, നിങ്ങളെ പ്രാർത്ഥനയൊക്കെ എന്നെയും ഇതുപോലെ നമുക്കിതിന് നേതൃത്വമേകുന്ന MSMന്റെയും KNMന്റെയും അതുപോലെ MGMന്റെയും ISMന്റെ ഒക്കെ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബ് നമ്മളെയൊക്കെ നല്ലവരായി അല്ലാഹുവിന്റെ മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം റബ്ബ് നമ്മളെയൊക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.